വാട്സാപ്പ് വഴിയുള്ള ശല്യപ്പെടുത്തൽ റാഗിംഗ്. UGCയുടെ കർശന നിർദ്ദേശം രാജ്യത്തെ കോളേജുകളിലും സർവകലാശാലകളിലും വർദ്ധിച്ചു വരുന്ന സൈബർ റാഗിംഗ് തടയുന്നതിന് ശക്തമായ നടപടികളുമായി UGC രംഗത്തെത്തി. വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെയും ഗ്രൂപ്പുകളിലൂടെയും ജൂനിയർ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നതും ശല്യപ്പെടുത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഇനി റാഗിംഗ് ആയി കണക്കാക്കാം. ഇത്തരം സംഭവങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിരീക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് രാജ്യത്തെ എല്ലാ കോളേജുകൾക്കും സർവകലാശാലകൾക്കും UGC നിർദ്ദേശം നൽകി. നിലവിൽ റാഗിങ്ങിനെതിരെ രാജ്യത്ത് ശക്തമായ നിയമങ്ങളും വ്യവസ്ഥകളുമുണ്ട്. എന്നിരുന്നാലും ഡിജിറ്റൽ യുഗത്തിൽ സൈബർ ലോകം വഴിയുള്ള ഉപദ്രവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് UGC ഈ പുതിയ നിർദ്ദേശം പുറത്തിറക്കിയത്. പരമ്പരാഗത റാഗിംഗ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി സൈബർ റാഗിംഗ് കൂടുതൽ വ്യാപകവും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. ഇത് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെയും പഠനത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. കോളേജ് ജീവിതത്തിലെ ആദ്യ ദിവസങ്ങളിൽ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളാണ് റാഗിംഗ് എന്നറിയപ്പെടുന്നത്. ശാരീരികമോ മാനസികമോ ആയ ഉപദ്രവങ്ങളിലൂടെ പുതിയ വിദ്യാർത്ഥികളുടെ ആത്മാഭിമാനത്തെയും ആത്മവിശ്വാസത്തെയും തകർക്കുന്ന പ്രവണതയാണിത്. കോളേജ് ജീവിതത്തിലെ ആദ്യ ദിവസങ്ങളിൽ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളാണ് റാഗിംഗ് എന്നറിയപ്പെടുന്നത്. ശാരീരികമോ മാനസികമോ ആയ ഉപദ്രവങ്ങളിലൂടെ പുതിയ വിദ്യാർത്ഥികളുടെ ആത്മാഭിമാനത്തെയും ആത്മവിശ്വാസത്തെയും തകർക്കുന്ന പ്രവണതയാണിത്. മുമ്പ് ക്യാമ്പസുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന റാഗിംഗ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലേക്കും സൈബർ പ്ലാറ്റ്ഫോമുകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്ത് ജൂനിയർ വിദ്യാർത്ഥികളെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും വ്യക്തിപരമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് വർദ്ധിച്ചു വരുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് വാട്സാപ്പിൽ അപമാനകരമായ സന്ദേശം അയക്കുക, അശ്ലീല ചിത്രങ്ങളോ വീഡിയോകളോ പ്രചരിപ്പിക്കുക, ഭീഷണി സന്ദേശങ്ങൾ അയക്കുക, ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കുക, വ്യക്തിഹത്യ നടത്തുക തുടങ്ങിയവയെല്ലാം സൈബർ റാഗിങ്ങിന്റെ പരിധിയിൽ വരും. ഇങ്ങനെയുള്ള പ്രവണതകൾ വിദ്യാർത്ഥികളിൽ കടുത്ത മാനസിക സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ചില സന്ദർഭങ്ങളിൽ ഇത് ആത്മഹത്യയിലേക്ക് വരെ നയിച്ചേക്കാം. പുതിയ നിർദ്ദേശങ്ങളിലൂടെ സൈബർ റാഗിങ്ങിനെ റാഗിംഗ് വിരുദ്ധ നിയമങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാനാണ് UGC ശ്രമിക്കുന്നത്. ഇതുവഴി സൈബർ ഇടങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കും നിയമപരമായ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും. കോളേജ് അധികൃതരും ആന്റി റാഗിംഗ് കമ്മിറ്റികളും വിദ്യാർത്ഥികളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളും വ്യക്തിഗത സന്ദേശങ്ങളും നിരീക്ഷിക്കണം. റാഗിങ്ങിന് പ്രേരിപ്പിക്കുന്നതോ അപകീർത്തിപ്പെടുത്തുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ ആയ ഉള്ളടക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ നടപടിയെടുക്കണം. വാട്സാപ്പ് വഴിയുള്ള റാഗിംഗ് കണ്ടെത്തിയാൽ കുറ്റക്കാരനായ വിദ്യാർത്ഥികൾക്കെതിരെ സസ്പെൻഷൻ, കോളേജിൽ നിന്ന് പുറത്താക്കൽ, പരീക്ഷകളിൽ നിന്ന് വിലക്ക്, നിയമപരമായ നടപടികൾ തുടങ്ങിയ ശിക്ഷകൾ നടപ്പാക്കണം. കോളേജുകളിൽ പുതുതായി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്കും നിലവിലുള്ള വിദ്യാർത്ഥികൾക്കും സൈബർ റാഗിങ്ങിനെക്കുറിച്ചും അതിന്റെ ദോഷവശങ്ങളെക്കുറിച്ചും നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നൽകണം. സൈബർ റാഗിങ്ങിന് ഇരയാകുന്ന വിദ്യാർത്ഥികൾക്ക് പരാതി നൽകുന്നതിന് എളുപ്പവും രഹസ്യ സ്വഭാവമുള്ളതുമായ സംവിധാനങ്ങൾ ഒരുക്കണം. പരാതികൾ അതിവേഗം അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കണം. വിദ്യാർത്ഥികൾക്ക് സൈബർ സുരക്ഷയെക്കുറിച്ചും ഓൺലൈൻ പെരുമാറ്റ ചട്ടങ്ങളെക്കുറിച്ചും പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ്. സൈബർ റാഗിങ്ങിനെക്കുറിച്ചും അതിന്റെ ദോഷവശങ്ങളെക്കുറിച്ചും രക്ഷിതാക്കൾക്കും അവബോധം നൽകണം. കുട്ടികൾ ഓൺലൈനിൽ എങ്ങനെ ഇടപെടുന്നു എന്നതിനെക്കുറിച്ച് അവബോധം വളർത്തേണ്ടത് അത്യാവശ്യമാണ്. റാഗിംഗ് ഒരു ക്രിമിനൽ കുറ്റമാണ്. UGC റെഗുലേഷൻ ഓൺ കാർബിംഗ് ദ മെനാസ് ഓഫ് റാഗിംഗ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ 2009 അനുസരിച്ച് റാഗിംഗ് നടത്തുന്നവർക്ക് കഠിനമായ ശിക്ഷകൾ ലഭിക്കും. ഇതിൽ സാമ്പത്തിക പിഴവ്, കോളേജിൽ നിന്ന് പുറത്താക്കൽ, ബിരുദം തടയൽ, 1 വർഷം വരെ തടവ് എന്നിവ ഉൾപ്പെടും. പുതിയ നിർദ്ദേശങ്ങളുള്ള സൈബർ റാഗിങ്ങും ഈ നിയമങ്ങളുടെ പരിധിയിൽ വരുമെന്നതിനാൽ കുറ്റക്കാർക്ക് സമാനമായ ശിക്ഷകൾ ലഭിക്കുകയും സാധ്യതയുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഭീഷണിപ്പെടുത്തൽ, മാനഹാനി വരുത്തൽ, സൈബർ സ്റ്റോക്കിംഗ് തുടങ്ങിയ കുറ്റങ്ങൾക്ക് സൈബർ റാഗിംഗ് കേസുകളിൽ കേസെടുക്കാൻ സാധിക്കും. ഇത് കുറ്റക്കാർക്ക് കൂടുതൽ ഗുരുതരമായ നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സൈബർ റാഗിങ്ങിന് ഇരയാകുന്ന വിദ്യാർത്ഥികൾ ഭയപ്പെടാതെ മുന്നോട്ട് വരികയും അധ്യാപകരെ അറിയിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ലഭിക്കുന്ന സന്ദേശങ്ങളോ പോസ്റ്റുകളോ സ്ക്രീൻഷോട്ടുകളോ എടുക്കുകയും അവയെല്ലാം തെളിവുകളായി ഉപയോഗിക്കുകയും ചെയ്യാം. ആന്റി റാഗിംഗ് കമ്മിറ്റി, പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മറ്റു ഉന്നത അധികാരികളെ വിവരം അറിയിക്കണം. ആവശ്യമെങ്കിൽ സൈബർ സെല്ലിലോ ലോക്കൽ പോലീസിലോ പരാതി നൽകാം. റാഗിംഗ് കാരണം മാനസികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് സഹായം തേടാൻ മടിക്കരുത്. കോളേജുകളിലെ കൗൺസിലർമാരെയോ പ്രൊഫഷണൽ തെറാപ്പിസ്റ്റുകളെയോ സമീപിക്കാം. UGCയുടെ പുതിയ നിർദ്ദേശങ്ങൾ സൈബർ റാഗിങ്ങിനെതിരെ ക്രൂരമായ ഒരു മുന്നേറ്റമാണ്. എന്നിരുന്നാലും ഈ നിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പാക്കണമെങ്കിൽ എല്ലാ തരത്തിലുമുള്ള സഹകരണം ആവശ്യമാണ്. കോളേജ് അധികൃതർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സമൂഹം എന്നിങ്ങനെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. വിദ്യാർത്ഥികൾക്കിടയിൽ പരസ്പര ബഹുമാനം, സൗഹൃദം, സഹാനുഭൂതി എന്നിവ വളർത്തുന്നതിനുള്ള പരിപാടികൾ ക്യാമ്പസുകളിൽ സംഘടിപ്പിക്കണം. സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് മാതൃകയാവുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവുമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കാൻ സാധിച്ചാൽ മാത്രമേ റാഗിംഗ് എന്ന സാമൂഹിക വിപത്തിനെ പൂർണ്ണമായും തടയാൻ സാധിക്കുകയുള്ളൂ. സുരക്ഷിതവും ആരോഗ്യപരമായ അന്തരീക്ഷവും വിദ്യാർത്ഥികളുടെ അവകാശമാണ്. സൈബർ റാഗിംഗ് ഇല്ലാതാക്കി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൂടുതൽ മികച്ചതും സുരക്ഷിതവുമാക്കാൻ ഈ നിർദ്ദേശങ്ങൾ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൈബർ ഇടങ്ങളിൽ പോലും റാഗിങ്ങിന് യാതൊരു സ്ഥാനവുമില്ലെന്നും നിയമലംഘകർക്ക് കർശനമായ ശിക്ഷ ലഭിക്കുമെന്നും ഇത് വ്യക്തമാക്കുന്നു.